ഹരേ കൃഷ്ണ. ഗുരുകാരണവന്മാരുടെയൊക്കെ കൃപ കൊണ്ട്, അനുഗ്രഹം കൊണ്ട് നമ്മൾ 43-ാമത്തെ ദശകവും ഒന്ന് അർത്ഥവിചാരം ചെയ്ത് സമർപ്പിക്കുന്നതിന് കഴിയുകയുണ്ടായി. ഇന്ന് നമുക്ക് ഈ സത്സംഗത്തിൽ 43-ാമത്തെ ദശകം സമ്പൂർണ്ണ പാരായണം ചെയ്ത് ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ദശകം 43 തൃണാവർത്തവധം. ത്വാമേകദാ ഗുരുമരുത്പുരനാഥവോഢും ഗാഠാധിരൂഢഗരിമാണമപാരയന്തി മാതാനിധായ ശയനേ കിമിദം വദേതി ധ്യായന്ത്യചേഷ്ടദഗൃഹേഷു നിവിഷ്ടശങ്കാ താവദ്വിദൂരമുപകർണിതഘോരഘോഷവ്യാജൃംഭിപാംസു പടലീ പരിപൂരിതാശ വാത്യാവപുസ്സ കില ദൈത്യവരസ്തൃണാവർത്താഖ്യോ ജഹാര ജനമാനസഹാരിണം ത്വാം ഉദ്ദാമപാംസു തിമിരാഹതദൃഷ്ടിപാതേ ദ്രഷ്ടും കിമപ്യകുശലേ പശുപാലലോകേ ഹാ ബാലകസ്യ കിമിതി ത്വദുപാന്തമാപ്താ മാതാ ഭവന്തമവിലോക്യ ഭൃശം രുരോധ താവത്സദാനവവരോപി ച ദീനമൂർത്തിർഭാവത്കഭാരപരിധാരണലൂനവേഗ സങ്കോചമാപ തദനുക്ഷതപാംസു ഘോഷേ വ്യതായത ഭവജ്ജനനീ നിനാദ രോദോപകർണനവശാദുപഗമ്യ ഗേഹം ക്രന്ദൽസു നന്ദമുഖഗോപകുലേഷു ദീന ത്വാം ദാനവസ്ത്വഖിലമുക്തികരം മുമുക്ഷു മുമുക്ഷുസ്ത്വയ്യപ്രമുഞ്ചതി പപാദവിയത്പ്രദേശാത് രോദാകുലാസ്തതനു ഗോപഗണാ ബഹിഷ്ഠപാഷാണപൃഷ്ഠഭുവി ദേഹമതിസ്തവിഷ്ടം പ്രൈക്ഷന്ത ഹന്ത നിപതന്തമമുഷ്യ വക്ഷസ്യ ക്ഷീണമേവ ച ഭവന്തമലം ഹസന്തം ഗ്രാവപ്രപാതപരിപിഷ്ടഗരിഷ്ഠദേഹഭ്രഷ്ടാസു ദുഷ്ടധനുജോപരി ധൃഷ്ടഹാസം ആഘ്നാനമംബുജകരേണ ഭവന്തമേത്യ ഗോപാദധുർഗിരിവരാദിവ നീലരത്നം ഏകൈക്യമാശു പരിഗൃഹ്യ നികാമനന്ദന്നന്ദാദിഗോപപരിരബ്ധവിജുംബിതാംഗം ആദാതു കാമപരിശങ്കിതഗോപനാരീ ഹസ്താംബുജപ്രപതിതം പ്രണുമോ ഭവന്തം ഭൂയോപി കിം नु कृणुमः പ്രണതാർത്തിഹാരീ ഗോവിന്ദ ഏവ പരിപാലയതാൽസുതം നഃ ഇത്യാദിമാതരപിതൃപ്രമുഖൈസ്തദാനീം സംപ്രാർത്ഥിതസ്ത്വദവനായ വിഭോ ത്വമേവ വാതാത്മകം ധനുജമേവ മയി പ്രഥൂൻവൻ വാതോത്ഭവാൻ മമ ഗദാൻ കിമുനോധുനോഷി
കിം വാ കരോമി പുനരപ്യനിലാലയേശ നിശേഷരോഗശമനം മുഹുരർത്ഥയേ ത്വാം. വാതാത്മകം ധനുജമേവ മയി പ്രഥോൻവൻ വാതോത്ഭവാൻ മമ ഗദാൻ കിമുനോധുനോഷി. കിം വാ കരോമി പുനരപ്യനിലാലയേശ നിശേഷരോഗശമനം മുഹുരർത്ഥയേ ത്വാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ദശകം 44 ഭഗവാന്റെ നാമകരണ മഹോത്സവം. ഗൂഢം വസുദേവഗിരാ കർത്തും തേ നിഷ്ക്രിയസ്യ സംസ്കാരാൻ ഹൃദ്ഗദഹോരാ തത്വോ ഗർഗമുനിസ്ത്വദ്ഗൃഹം വിഭോഗതവാൻ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമ്മൾ 43-ാമത്തെ ദശകം സമ്പൂർണ്ണ പാരായണം ചെയ്ത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചു. ഇനിയും ഇതിൻ്റെ ഈ ഒരു ദശകം പാരായണം ചെയ്യുന്നതിൻ്റെ പാരായണ ഫലവും കൂടി ഒന്ന് സൂചിപ്പിക്കാമെന്ന് കരുതുന്നു. 43-ാമത്തെ ദശകം പാരായണം ചെയ്താൽ അത് വാതരോഗ നിവാരണത്തിന് ഉത്തമമാണ് എന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. വാതരൂപിയായ തൃണാവർത്തനെ വധിച്ച ഭഗവാന് വാതരോഗത്തെ ഇല്ലാതെയാക്കുവാൻ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പറഞ്ഞതുപോലെ ഒട്ടും തന്നെ ശ്രമകരമല്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ദശകത്തിന് ഇങ്ങനെയൊരു ഫലം പറയുന്നത്. ആ ഫലവും കൂടി ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പറയാതെ പറഞ്ഞു വെച്ചു ഈ ദശകത്തിൽ. നോക്കൂ, പഞ്ചഭൂതങ്ങളും ഭഗവാനിൽ നിന്നുണ്ടായതാണ്, ഭഗവാനിലാണ് കുടികൊള്ളുന്നത്. പഞ്ചഭൂതങ്ങളിൽ ഒന്നായിട്ടുള്ള വായുവിനെ, വാതത്തെ ഭഗവാൻ എപ്രകാരമാണോ നിയന്ത്രിച്ച് ഈ വിശ്വത്തിൽ ഒന്നാകെ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത്, അപ്രകാരം നമ്മുടെ ദേഹത്തിലെ ഓരോ കോശത്തിൻ്റെയും ചലനങ്ങളെ ഭഗവാൻ വിചാരിച്ചാൽ അതിനെ നിയന്ത്രിച്ച് അതിൻ്റെ ആ ഒരു സന്തുലിതാവസ്ഥ നമ്മുടെ ശരീരത്തിൽ നിലനിർത്തുവാൻ ഭഗവാൻ എളുപ്പം കഴിയുന്നതാണ്. ആ ഒരു ബാലൻസ് തെറ്റുമ്പോഴാണ് ശരീരം രോഗഗ്രസ്തമാകുന്നത്. ബാലൻസ് നിലനിർത്തുന്നതിന് ഭഗവാന് മാത്രമേ കഴിയൂ. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒരു സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുന്നത് പോലെ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിയെയും ഈ സന്തുലിതാവസ്ഥയിൽ നിലനിർത്തേണ്ടതുണ്ട്. ഭഗവാൻ ഇങ്ങനെ വാതസംബന്ധമായ രോഗങ്ങളിലൂടെ ചില സൃഷ്ടികളെ കടത്തിവിടുമ്പോൾ ഒപ്പം മറ്റൊന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതേ. നമ്മുടെയൊക്കെ പൂർവജന്മങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള അരുതാത്ത കർമ്മങ്ങളാണ് ഈ ജന്മത്ത് അല്ലെങ്കിൽ വരും ജന്മങ്ങളിൽ രോഗരൂപത്തിൽ നമ്മളിലേക്ക് തിരികെ വരുന്നത്. എന്നിരുന്നാലും ഭഗവാനെ പൂർണ്ണമായും ആശ്രയിക്കുന്നവർക്ക് ഭഗവാന്റെ കരുണ കൊണ്ട് ആ രോഗത്തിൽ നിന്നോ രോഗത്തിൻ്റെ കാഠിന്യത്തിൽ നിന്നോ മുക്തി കൈവരുന്നതാണ്. അപ്പോൾ ഭഗവാനോട്
ഈ ഒരു ദശകം പാരായണം ചെയ്ത് സമർപ്പിക്കുമ്പോൾ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിനെ പോലെ, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ, ഈ ഒരു രോഗത്താൽ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഭഗവാൻ രോഗങ്ങളിൽ നിന്നും മുക്തി നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഭഗവാൻ പറയിപ്പിച്ച ഓരോ വാക്കും അതൊക്കെ ഭഗവാന്റെ ഒരു ലീലയാണ്. അതുകൊണ്ട് ഒക്കെയും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അടുത്ത സത്സംഗത്തിൽ ആ ഉണ്ണിക്കണ്ണൻ്റെ നാമകരണമെന്ന അതിവിശേഷമായ ഒരു ഉത്സവം, നാമകരണോത്സവം, അവിടെയും ഭഗവാന്റെ ചില വികൃതികൾ, ചില ലീലകൾ നമുക്ക് അവിടെയും കാണാം. അത് അടുത്ത സത്സംഗത്തിൽ തുടങ്ങാമെന്ന് കരുതുന്നു. ഭഗവാൻ അനുഗ്രഹിച്ചാൽ ഭഗവാനൊക്കെ വേണ്ട വിധത്തിൽ പറയിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഭഗവാൻ പറയിപ്പിച്ച അക്ഷരപ്പൂക്കളൊക്കെയും ആ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.